മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിലിൽ ഇന്ന് 6 അസ്ഥിഭാഗങ്ങൾ ലഭിച്ചു. അതോടെ തെരച്ചിൽ തുടരണമോ എന്ന കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി ഉടൻ തീരുമാനമെടുക്കുമെന്നറിയുന്നു. സൂചിപ്പാറ മേഖലയിൽ ആയിരിക്കും തെരച്ചിൽ. നാളെ എത്തുന്ന കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി സംഘം 6 ദിവസം വയനാട്ടിൽ താമസിച്ച് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കും എന്നറിയുന്നു. ഒന്നരാഴ്ചയ്ക്ക് ശേഷം കാണാമറയത്തുള്ള 119 പേർക്ക് വേണ്ടി സജീവമായ തിരച്ചിൽ. രാവിലെ 6 മണിക്ക് തന്നെ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനടിക്കാപ്പിൽ നിന്ന് ദൗത്യം ആരംഭിച്ചു. NDRF, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, അഗ്നിരക്ഷാസേന, ചാമ്പ്യൻസ് ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് 16 അംഗ പ്രത്യേക ടീം രൂപീകരിച്ചത്. തിരച്ചിലിന് പോകുന്നവർക്ക് ഉപകരണങ്ങൾ എത്തിക്കാൻ 10 പേരടങ്ങുന്ന മറ്റൊരു സംഘവും ഉണ്ടായിരുന്നു. 100% പ്രതീക്ഷ ഉണ്ടായിട്ടാണ് നമ്മളെ ചാമ്പ്യൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ 6 മെമ്പർമാർ ഇന്ന് പോയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞങ്ങൾ 30 പേരെയാണ് പറഞ്ഞത്. അപ്പോൾ അത്ര പേര് പോയി കഴിഞ്ഞാൽ പ്രയാസമാണ്. അങ്ങനെയാണ് ഞങ്ങൾ 6 പേരായി ചുരുങ്ങിയത്. ഉച്ചയോടെ പരപ്പൻപാറ, സൂചിപ്പാറ മേഖലയിൽ നിന്ന് 6 അസ്ഥിഭാഗങ്ങൾ ലഭിച്ചു. ഇവ DNA പരിശോധനയ്ക്ക് അയക്കും. വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അസ്ഥികൾ ലഭിച്ചതുകൊണ്ട് തന്നെ ഒരാളുടേതാകില്ല എന്ന നിഗമനത്തിനാണുള്ളത്. ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള മേഖലയിലായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. മണ്ണും പറ്റുന്ന രീതിയിലുള്ള പാറക്കെട്ടുകൾ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടുന്ന് സെർച്ച് ചെയ്യാം. എന്നുവെച്ചാൽ ബോഡീൻ്റെ എന്തെങ്കിലും പാർട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനാ യോഗത്തിൽ തിരച്ചിൽ തുടരണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. നാളെ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി സംഘം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും. 17 വ്യത്യസ്ത വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടാകും. സമഗ്രമായ പുനർനിർമ്മാണ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 31-ാം തീയതി വരെ വിവിധ മേഖലകൾ സന്ദർശിച്ച് തയ്യാറാക്കുന്ന അന്തിമ പഠന റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. ഉരുൾപൊട്ടൽ മേഖലയിലെ തിരച്ചിലിന്റെ കാര്യത്തിൽ ഇന്ന് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയതുകൊണ്ട് തന്നെ തുടരാനാണ് സാധ്യത. ടീം 24 വയനാട്.